ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാനായി തുടങ്ങുമ്പോൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വരികയാണ് ധനശേഖരനും ലളിതയും. എല്ലാവരും ഞെട്ടി അവരെ നോക്കുന്നു. സുനന്ദ ഭയത്തോടുകൂടി സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് നിൽക്കുകയാണ്. അരികിലേക്ക് വന്ന ലളിത പറയുന്നു, സുനന്ദേ, ഞാൻ വിചാരിച്ചു നീ ഇവിടെ തന്നെ വന്ന് നിൽക്കുമെന്ന്. സുഭാഷിന്റെ കയ്യിലിരിക്കുന്ന താലി കണ്ട് ലളിത പറയുന്നു, ധനേട്ടാ നോക്ക്, താലിയും കൈ പിടിച്ചു നിൽക്കുന്നത്. 2 മിനിറ്റ് വൈകി വന്നിരുന്നെങ്കിൽ ഇവൻ നമ്മുടെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയനെ. വാടി ഇങ്ങോട്ട്. സുഭാഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് സുനന്ദ പറയുന്നു, ഞാൻ വരില്ല സുഭാഷേട്ടാ, എന്നെ പറഞ്ഞു വിടല്ലേ, ഞാൻ പോകില്ല സുഭാഷേട്ടാ, പ്ലീസ് സുഭാഷേട്ടാ. ഇത് കണ്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ധനശേഖരൻ പറയുകയാണ്, എന്താടാ, കല്യാണ തലേന്ന് രാത്രി എന്റെ മോളെ തട്ടിക്കൊണ്ടുവന്ന് താലി കെട്ടാൻ ശ്രമിക്കുകയാണോ നീ? നിന്നെ ഞാൻ ഇന്നെന്ന് പറഞ്ഞ് ധനശേഖരനെ തടഞ്ഞ് കൊന്നു കളയുമെന്ന് പറഞ്ഞ് പിടിച്ചു തെള്ളുകയാണ് സുധീഷും ഹരീഷും. ധനശേഖരൻ താഴേക്ക് വരുമ്പോൾ ധനേട്ടാന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ലളിത. സുനന്ദ ടെൻഷനോട് കൂടി അച്ചാന്ന് വിളിക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നു, എടാ, ആരുടെ ദേഹത്തെ നിങ്ങൾ കൈവച്ചെന്നറിയുമോ? ലളിത പറയുന്നു, എന്റെ ധനേട്ടനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ ദേഹത്താ കൈവയ്ക്കാനായി വന്നത്? ധനശേഖരൻ ചോദിക്കുന്നു, പിന്നെ നിങ്ങളുടെ ചേട്ടൻ ചെയ്ത കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യണം? താൻ ബോഡോ എന്ന് പറഞ്ഞ് വീണ്ടും സുധീഷ് ധനശേഖരനെ പിടിച്ചു തെള്ളുകയാണ്. ധനേട്ട എഴുന്നേക്കെന്ന് പറഞ്ഞ് ലളിത ധനശേഖരനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് സുഭാഷേട്ടനെ തല്ലാൻ വരുന്ന തന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. നിധി പറയുന്നു, നിർത്ത്, ആരും സുനന്ദയെ തട്ടിക്കൊണ്ടു വന്നതല്ല, സുനന്ദയാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് ക്ഷമിക്ക്, എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം. ലളിത ചോദിക്കുന്നു, സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? നാളെ ഇവളുടെ കല്യാണമാണ്. രാത്രി അവൾ ഇവിടെ വന്ന് നിൽക്കുന്നു. അവൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനായി തുടങ്ങുന്നു. ഇതെല്ലാം കണ്ട് ക്ഷമിച്ചു നിൽക്കണോ ഞങ്ങള്? എല്ലാവരെയും കൊന്നുകളയും. സുനന്ദ പറയുന്നു, അമ്മേ, എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങോട്ട് വന്നതാ, അല്ലാതെ ഇവരാരും എന്നെ തട്ടിക്കൊണ്ടു വന്നതല്ല. ധനശേഖരൻ പറയുന്നു, മിണ്ടരുതടി, നേരം വെളുത്താ നിന്റെ കല്യാണമാ, വീട്ടില് ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. ഈ സമയത്ത് ഒരു കല്യാണ പെണ്ണ് ചെയ്യേണ്ട കാര്യമാണോ ഇത്? സുനന്ദ പറയുന്നു, അച്ഛൻ പറഞ്ഞ ആളെ കല്യാണം കഴിക്കാനായി ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എനിക്ക് പറ്റില്ലച്ചാ. ഈ കല്യാണം വേണ്ടാന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല. എനിക്ക് സുഭാഷേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ വരത്തില്ലച്ചാ. നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. എനിക്ക് സുഭാഷേട്ടനെ മതി. ഞാൻ സുഭാഷേട്ടനെ കല്യാണം കഴിക്കൂ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, സൂപ്പർ, കണ്ണിന് കുളിർമയുള്ള ഈ കാഴ്ച കാണുമ്പോൾ എന്റെ മനസ്സിനും എന്തൊരു കുളിർമയാ. ധനശേഖരൻ ചോദിക്കുന്നു, ഇത് നിങ്ങളുടെ പ്ലാൻ ആണോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്ത് എന്റെ മോളെ ഇവിടെ വരുത്തിയതാണോ? ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ, നീയൊക്കെ ഈ നാട്ടിൽ പറയുന്നുണ്ടല്ലോ എന്റെ കുടുംബം മോശപ്പെട്ട കുടുംബമാണെന്നും നിങ്ങളുടെ കുടുംബം തങ്കപ്പെട്ട നല്ല യോഗ്യതയുള്ള കുടുംബമാണെന്നും. കേട്ടില്ലേ നിന്റെ മോള് പറയുന്നത്? നാളെ നീ നിന്റെ മോൾക്ക് വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നടക്കില്ലടാ. ദേ, ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലതൊന്നും നടക്കരുത്, എന്റെ മക്കൾക്ക് കല്യാണം നടക്കരുതെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞും ചെയ്തും കൂട്ടുന്നുണ്ടല്ലോ. ഞങ്ങളെ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദന നിങ്ങളും അറിയണ്ടേ? ഇപ്പൊ വേദനിക്കുന്നുണ്ടോ? ലളിത പറയുന്നു, ധനേട്ടാ, ഇത് ശരിയാകില്ല. ഇവരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. അവക്ക് 4 എണ്ണം കൊടുത്ത് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാ. ഭാസ്കരൻ പറയുന്നു, എങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുപോ, കാണട്ടെ. സുനന്ദ ഭയത്തോടുകൂടി സുഭാഷിന്റെ പിന്നിൽ നിൽക്കുകയാണ്. സുനന്ദ എന്ന് വിളിച്ച് ധനശേഖരൻ അരികിലേക്ക് ചെല്ലുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് തടഞ്ഞ് വിരൽ ചൂണ്ടി സുധീഷ് പറയുന്നു, എന്റെ സുഭാഷ് ഏട്ടന്റെ ദേഹത്ത് കൈ വെച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെച്ച് നോക്ക്. അങ്ങനെ ധനശേഖരനെ തള്ളി മാറ്റുകയാണ് സുധീഷ്. വിരൽ ചൂണ്ടി ഹരീഷ് പറയുന്നു, ദേ നോക്ക്, പ്രായത്തിൽ മുതിർന്ന ആളുടെ ദേഹത്ത് കൈ വെച്ചതെന്നുള്ള പേരുദോഷം കൂടി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരരുത്. നിധി പറയുന്നു, എല്ലാവരും ഒന്ന് നിർത്ത്. സുനന്ദയ്ക്ക് നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ടാ രാത്രി സുനന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഇരുന്ന് സംസാരിക്ക്, എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കാം. ധനശേഖരൻ ചോദിക്കുന്നു, ഈ വീട്ടിൽ ഇരുന്ന് സംസാരിക്കാൻ എന്താ ഉള്ളത്? എന്താ വിവാഹാലോചന നടത്താനാണോ? ഇവളെ കൊന്നു കളഞ്ഞാലും ഇവളെ ഈ വീട്ടിലേക്ക് ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കില്ല. സുനന്ദ പറയുന്നു, അച്ഛൻ എന്നെ കൊന്നു കളഞ്ഞാലും ശരി, ഞാൻ സുഭാഷേട്ടനെ അല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ല. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാന്ന് മാത്രം വിചാരിക്കരുത്. ലളിത പറയുന്നു, നിന്നോട് മര്യാദയ്ക്ക് ഞങ്ങൾ സംസാരിക്കുന്നതടി ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്. വാടി വാടി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് സുനന്ദയെ തല്ലുകയാണ് ലളിത. സുഭാഷ് പറയുന്നു, അപ്പച്ചി അടിക്കരുതേ. ലളിത പറയുകയാണ്, എന്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തടയുകയാണോ നീ? എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നാടകം കളിക്കുകയാണോ? മര്യാദയ്ക്ക് ഇവളെ എന്റെ കൂടെ പറഞ്ഞു വിട്, ഇല്ലെങ്കിൽ പലതും ഇവിടെ നടക്കും. സുധീഷ് പറയുന്നു, ദേ നോക്ക്, സുനന്ദ കൊച്ചു കുട്ടിയൊന്നുമല്ല, മേജറാണ്. നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. സുഭാഷേട്ടനെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നു. ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? എന്ത് നടന്നാലും ശരി, സുനന്ദയെ സുഭാഷേട്ടൻ കല്യാണം കഴിക്കും. ലളിത പറയുന്നു, ധനേട്ടാ, പോലീസിനെ വിളിക്ക്. നമ്മുടെ മോളെ തട്ടിക്കൊണ്ടുവന്ന് നിർബന്ധിച്ച് കല്യാണം നടത്താൻ ശ്രമിക്കുകയാണെന്ന് പരാതി കൊടുക്ക്. ഹരീഷ് പറയുന്നു, പോലീസിന് വേറെ ജോലിയുണ്ട്. നേരത്തെ ഒരു കള്ളക്കേസ് കൊടുത്ത് പോലീസുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതൊക്കെ മറന്നോ? കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുനന്ദയുടെ അരികിലേക്ക്
വന്ന ധനശേഖരൻ പറയുന്നു, മോളെ സുനന്ദേ, അച്ഛൻ എന്ത് ചെയ്താലും മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നെ വിശ്വസിക്കും മോളെ. ഇപ്പൊ നീ എടുത്തിരിക്കുന്ന തീരുമാനം നല്ല തീരുമാനം അല്ല മോളെ. നിന്റെ ഭാവി ജീവിതത്തിന് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദയവ് ചെയ്ത് മോള് ഞങ്ങളുടെ കൂടെ വാ. ധനശേഖരന്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, അച്ഛാ എന്നോട് ക്ഷമിക്ക്, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച ലളിത പറയുന്നു, മോളെ സുനന്ദ, ഇവരെ ആരെയും വിശ്വസിക്കരുത്. എന്തൊക്കെയോ പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുക. ഈ വീട് ഒരു ഐശ്വര്യമില്ലാത്ത വീടാ. സ്ത്രീകള് വാഴില്ല. ഇവിടെ എന്ത് വിശ്വസിച്ച് ഞങ്ങൾ നിന്നെ നിർത്തിയിട്ട് പോകും? ധനശേഖരൻ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച പയ്യൻ നിന്നെ പൊന്നുപോലെ നോക്കും. നിനക്ക് സന്തോഷത്തോടെയും എല്ലാവിധ സൗകര്യത്തോടെയും കൂടി ജീവിക്കാം. ആ കുടുംബത്തിന് നല്ലൊരു പേരുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും തീരുമാനത്തിൽ ഇന്ന് നീ വേദനിച്ചാലും നാളെ നീ സന്തോഷിക്കും. അച്ഛനും അമ്മയും എന്റെ നല്ലതിനു വേണ്ടിയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കും. അച്ഛൻ പറയുന്നത് കേൾക്കുമോളെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. ലളിത പറയുന്നു, സുനന്ദേ, നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച പയ്യൻ അച്ഛന്റെ കമ്പനിയിലെ സൂപ്പർവൈസർ ആണ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ജോലി പോകും. നമ്മുടെ കുടുംബം നശിക്കും. അത് വേണോ നിനക്ക്? സുനന്ദ പറയുന്നു, അമ്മേ, ഞാൻ സംസാരിക്കാം. ആ പയ്യനോടും വീട്ടുകാരോടും. എന്റെ ഭാഗത്താണ് എല്ലാ തെറ്റും. അച്ഛന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഞാൻ പറയാം. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുനന്ദയുടെ കാരണം മുഖച്ചടിക്കുകയാണ് ധനശേഖരൻ. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ധനശേഖരൻ ചോദിക്കുന്നു, എന്താടി നീ സംസാരിക്കുന്നത്? ഞങ്ങൾ പറയുന്നതൊന്നും നിന്റെ തലയിലോട്ട് എന്താടി കേറാത്തത്? വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹത്തോടെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല, തല്ലി പറഞ്ഞാലേ മനസ്സിലാകും. വാടി ഇങ്ങോട്ട്. അങ്ങനെ ധനശേഖരൻ സുനന്ദയുടെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, അച്ഛൻ ഞാൻ വരില്ല. വാടി എന്ന് പറഞ്ഞ് സുനന്ദയെ ബലമായി അവിടെ നിന്ന് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണ് ധനശേഖരൻ. സുധീഷ് പറയുന്നു, സുനന്ദ പറഞ്ഞത് കേട്ടില്ലേ? വരില്ലാന്ന്. ബലമായി സുനന്ദ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. കൈയെടുക്ക്. ധനശേഖരൻ പറയുന്നു, മിണ്ടരുത്. എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഞാൻ കമ്മീഷണർ ഓഫീസിൽ നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കും. സുധീഷ് പറയുന്നു, എവിടെ വേണമെങ്കിലും പോയി എന്ത് വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുക്ക്. പോലീസ് വരട്ടെ. അവരോടും സുനന്ദ ഇതേപോലെ വരില്ല എന്ന് പറഞ്ഞ പോലീസ് നിങ്ങളെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. പെണ്ണിന്റെ സമ്മതമില്ലാതെ കല്യാണം നടത്താൻ ശ്രമിച്ചതിന് നിങ്ങളെ അവര് തൂക്കിയെടുത്ത് ജയിലിലാക്കും. നിധി പറയുന്നു, സുധീഷ് പറഞ്ഞത് ശരിയാ. പോലീസ് വന്നാ നിങ്ങൾക്ക് തന്നെയാ പ്രശ്നം. ഇത് കേട്ട് ലളിത പറയുകയാണ്, നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി കല്യാണം കഴിച്ചവളല്ലേ? നിനക്കതെല്ലാം അറിയാതിരിക്കില്ലല്ലോ. ഇതിനെല്ലാം കാരണക്കാരി നീ അടി. ഇത് കേട്ട് സുധീഷ് പറയുന്നു, നിധിയോട് അനാവശ്യമായി നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങളുടെ മോൾ ഇവിടുന്ന് വരില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പൊട്ടിക്കരഞ്ഞ കൈകൂപ്പി സുനന്ദ പറയുന്നു, പ്ലീസ് അമ്മ, എനിക്ക് വരാൻ പറ്റില്ല. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഞാൻ സുഭാഷ് ഏട്ടന്റെ കൂടെ ജീവിക്കൂ. ഞാൻ ഇനിയും തിരിച്ചങ്ങോട്ട് വരില്ല. എന്നോട് ക്ഷമിക്കമ്മ. നിങ്ങള് പോലീസിൽ പരാതി കൊടുത്താലും ഞാൻ പോലീസുകാരോടും ഇത് തന്നെയാ പറയാൻ പോകുന്നത്. നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് സുഭാഷ് ഏട്ടനെയാണ് ഇഷ്ടം. ഞാൻ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കൂ എന്ന് ഞാൻ അവരോട് പറയും. ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ് അച്ഛാ. അങ്ങനെ സുനന്ദ പൊട്ടിക്കരയുമ്പോൾ ദേഷ്യത്തോടു കൂടി സുനന്ദയെ നോക്കുകയാണ് ധനശേഖരൻ. പൊട്ടിക്കരഞ്ഞ് സുനന്ദയുടെ കയ്യിൽ പിടിച്ച ലളിത പറയുന്നു, മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്കിങ്ങനെ 5നും 10നും വേണ്ടി കഷ്ടപ്പെടുന്ന ജീവിതം വേണ്ടടി. നീ സുഖമായി ജീവിക്കണം. സുനന്ദേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കടി. സുനന്ദ പറയുന്നു, അമ്മ ഇങ്ങനെ കരഞ്ഞാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഇനി എനിക്ക് പറ്റില്ലമ്മ. അമ്മ ഇങ്ങനെ കരയിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നിങ്ങൾ ഉറപ്പിച്ച കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. ഒരിക്കലും എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. നിധി പറയുന്നു, പ്ലീസ് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. എന്തിനാ ഇങ്ങനെ സുനന്ദയെ വിഷമിപ്പിക്കുന്നത്? ഒന്ന് ആലോചിക്ക്. സമാധാനത്തോടു കൂടി സംസാരിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇവിടെയുള്ള ആരെയും നിങ്ങൾക്ക് അറിയാത്തവരല്ലല്ലോ. നിങ്ങൾ എല്ലാവരും ബന്ധുക്കളല്ലേ? കരഞ്ഞോണ്ട് ലളിത ചോദിക്കുന്നു, സുഭാഷേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നിനക്കൊരു പെങ്ങളുണ്ടെന്ന് വിചാരിക്ക്. അവളുടെ കല്യാണ തലേന്ന് ഇതുപോലെ മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് ഓടിപ്പോയാൽ നീ എന്ത് ചെയ്യും? ഇത് കേട്ട് സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കില്ലേടാ. ഇവള് ചതിക്കും. സുഭാഷിന്റെ അരികിലേക്ക് വന്ന ധനശേഖരൻ പറയുന്നു, സുഭാഷേ, ഒന്ന് അകത്തേക്ക് വാ. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. സുഭാഷേട്ടാ പോകരുതെന്ന് സുധീഷ് പറയുമ്പോൾ ധനശേഖരൻ പറയുന്നു, സുഭാഷേ ഒന്ന് വന്നേ. ഹരീഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഞങ്ങൾ പറയുന്നത് കേൾക്ക്, പോകരുത്. സുഭാഷ് പറയുന്നു, ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം. അത് വേണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, അവര് സംസാരിക്കട്ടെ. സുഭാഷിനെയും കൂട്ടി ഒരു റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് ധനശേഖരൻ. ശേഷം സുഭാഷിന്റെ കാല് പിടിച്ച് പൊട്ടിക്കരയുകയാണ് ധനശേഖരൻ. സുഭാഷ് പറയുന്നു, അയ്യോ എന്തേ കാണിക്കുന്നത്? പ്രായത്തിൽ മുതിർന്ന നിങ്ങൾ എന്തിനാ എന്റെ കാല് പിടിക്കുന്നത്? ധനശേഖരൻ പറയുന്നു, സുനന്ദ ജനിച്ച പിന്നെ എന്റെ ജീവിതം തന്നെ സുനന്ദയ്ക്ക് വേണ്ടിയായിരുന്നു. എന്റെ മോളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവളെ ഒരു നല്ല നിലയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ദുബായിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. 15 വർഷത്തിൽ കൂടുതലായി ഞാൻ ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്റെ സ്വപ്നമാണ് എന്റെ മോളുടെ കല്യാണം. ആ കല്യാണം കാണാൻ വേണ്ടി എന്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും ദുബായിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തരുതേ. അതുമാത്രമല്ല, സുനന്ദയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ എന്റെ കമ്പനിയിലെ സൂപ്പർവൈസറാണ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ ജോലി പോകും. ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുകയും ഞങ്ങളുടെ ജീവിതം നശിച്ചു പോവുകയും ചെയ്യും. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം തീർന്നു. ദയവ്
ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കും മോനെ. അങ്ങനെ സുഭാഷിന്റെ മുന്നിൽ കൈകൂപ്പി പൊട്ടിക്കരയുകയാണ് ധനശേഖരൻ. ഈ സമയം റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് ലളിത. സുഭാഷിന്റെ അരികിലേക്ക് വന്ന കൈകൂപ്പി ലളിത പറയുന്നു, സുഭാഷെ, നീ എന്റെ സഹോദരന്റെ മകനാണ്. പ്രായത്തിൽ എന്നെക്കാളും ചെറിയവൻ. എന്നാലും സാരമില്ല, രാവിലെ എന്റെ മോളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം. അതിനുവേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കാം. അങ്ങനെ ലളിത സുഭാഷിന്റെ കാല് പിടിക്കുകയാണ്. അപ്പച്ചി എന്തേ കാണിക്കുന്നെന്ന് ചോദിച്ച് സുഭാഷ് ലളിതയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ലളിത പറയുന്നു, ദയവ് ചെയ്ത് സുനന്ദയെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടണം. അവൾക്ക് സുഭാഷിനെ ഇത്ര ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ കല്യാണം തീരുമാനിക്കുന്നതിന് മുമ്പേ അതറിഞ്ഞിരുന്നുവെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. നേരം എടുത്താൽ കല്യാണമാണ്. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. രാവിലെ ചെറുക്കന്റെ വീട്ടുകാർ വരുമ്പോൾ ഞങ്ങൾ എന്തു പറയും? ദയവ് ചെയ്ത് അവളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടും മോനെ. ഞങ്ങള് കൈ തൊഴുത് അപേക്ഷിക്കുക. വിഷമത്തോടുകൂടി സുഭാഷ് പറയുന്നു, സുനന്ദ എന്നെയും എന്റെ വീട്ടുകാരെയും വിശ്വസിച്ചാണ് രാത്രി വീട്ടിലേക്ക് വന്നത്. ഞാൻ എങ്ങനെ അവളോട് ഇവിടുന്ന് പോകാൻ പറയും? പൊട്ടിക്കരങ്ങിയ ലളിത ചോദിക്കുന്നു, എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നത്? പുറത്ത് എല്ലാവരും ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. ഭാസ്കരൻ പറയുകയാണ്, ഇത്രയേറെ എന്താ സംസാരിക്കാനുള്ളത്? ഞാൻ അവളെ കഷ്ടപ്പെട്ട് വളർത്തിയതാ, പാലൂട്ടി കൊഞ്ചിച്ച് വളർത്തിയതാ. അച്ഛൻ പറയും ഞാൻ അവളെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ദുബായി കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്. ഈ കല്യാണം നടന്നാൽ ഞങ്ങള് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. സുധീഷ് പറയുന്നു, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുമോ? തുടർന്ന് ലളിത പൊട്ടിക്കരങ്ങിയ സുഭാഷിനോട് പറയുന്നു, ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും അവള് ഞങ്ങളുടെ കൂടെ വരുന്നില്ല. നാളെ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ ജീവനോടെ ഉണ്ടാകില്ല. സുഭാഷ് ചോദിക്കുന്നു, അപ്പച്ചി എന്താ ഈ പറയുന്നത്? ലളിത പറയുകയാണ്, പിന്നെന്തിനാ ഞങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങള് ജീവിക്കണോ മരിക്കണോ എന്നുള്ള തീരുമാനം നിന്റെ കയ്യിലാ സുഭാഷേ. അവള് കൊച്ചുകുട്ടികളെ പോലെ വീട്ടിൽ നിന്നും ഓടി വന്നതാണ്. നീ വേണം മോനെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ. സുഭാഷേ, സത്യമായിട്ടും അവള് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ നീ ഞങ്ങളെ അവസാനമായി കാണുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ കൈകൂപ്പി പൊട്ടിക്കരങ്ങിയ ധനശേഖരൻ പറയുന്നു, മോനെ നീ അവളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടടാ. സുഭാഷ് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ സുഭാഷിന്റെ കാല് പിടിച്ച് പൊട്ടിക്കരങ്ങ് ലളിത പറയുന്നു, സുഭാഷെ നിന്റെ കാല് പിടിച്ച് പറയുകയാ ഞാൻ. സുഭാഷ് പറയുന്നു, അപ്പച്ചി എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊന്നും ചെയ്യരുത്, എഴുന്നേൽക്ക്. ലളിത പറയുന്നു, ഞങ്ങളുടെ മുന്നിൽ രണ്ടു വഴിയുള്ളു മോനെ. ഒന്നുകിൽ സുനന്ദയെ നീ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അപമാനം താങ്ങാനാകാതെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. മോനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുക. നമ്മുടെ രണ്ടു കുടുംബത്തിന്റെ ഇടയിലും 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും നിനക്ക് കുറച്ച് കരുണയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളുടെ മോളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടും മോനെ. ഞങ്ങളെ കൊന്നിട്ട് അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് നീ വിചാരിക്കരുത്. ഞങ്ങളുടെ മരണത്തിലൂടെ വേണോ നിങ്ങളുടെ ജീവിതം തുടങ്ങേണ്ടതെന്ന് നീ തീരുമാനിക്കും. അങ്ങനെ ലളിതയും ധനശേഖരനും പൊട്ടിക്കരയുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ്. ഈ സമയം വാതിൽ തട്ടി സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ സംസാരിച്ചു കഴിഞ്ഞോ? ഇറങ്ങി വാ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരോട് തനിച്ച് സംസാരിക്കണ്ടെന്ന്. എന്താ അവിടെ നടക്കുന്നത്? സുനന്ദയും നിധിയും ഭാസ്കരനും ഹരീഷും നികേഷും എല്ലാം ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ഈ സമയം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സുഭാഷ്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്താ അവിടെ നടന്നത്? തനിച്ച് കൂട്ടിക്കൊണ്ടുപോയി എന്താ അവര് സംസാരിച്ചത്? ലളിതയും ധനശേഖരനും അവിടേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ സുഭാഷ് ഏട്ടനോട് സംസാരിച്ചത്? സുഭാഷ് വിഷമത്തോടുകൂടി സുനന്ദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിങ്ങൾ സംസാരിച്ചത്? കരഞ്ഞുകൊണ്ട് ലളിത സുനന്ദയോട് ചോദിക്കുന്നു, ഞങ്ങളെ എല്ലാവരെയും കൊന്നിട്ട് നിനക്ക് നന്നായി ജീവിക്കാൻ കഴിയുമോടി? ഞങ്ങൾ എങ്ങനെ വളർത്തിയതാ നിന്നെ? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇവരിങ്ങനെ നാടകം ആടിക്കൊണ്ടേയിരിക്കും. സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ട്. ഭാസ്കരൻ പറയുന്നു, സുഭാഷെ താലി എന്തിനാ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്? കെട്ടടാ അവളുടെ കഴുത്തിൽ. സുനന്ദയെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷ് താലി എടുത്ത് കെട്ടാനായി തുടങ്ങുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ധനശേഖരനും ലളിതയും. സുനന്ദയും നിധിയും മറ്റെല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ലളിത പറയുന്നു, കൊഞ്ചിച്ചും താലോചിച്ചും വളർത്തിയതാ. നല്ല ഒരിടത്ത് കല്യാണം കഴിപ്പിച്ച് വിടണമെന്നായിരുന്നു ആഗ്രഹം. ഇങ്ങനെ രാത്രി ഒളിച്ചോടി വന്ന് ഏതോ ഒരുത്തിനെ കെട്ടാനാണല്ലോ ഇവളുടെ വിധി. ഇതിനു വേണ്ടിയാണോടി ഞങ്ങൾ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത്? അങ്ങനെ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരങ്ങിയ ലളിത പറയുന്നു, ഈ നിമിഷം ഞാനങ്ങ് മരിച്ചാ മതിയായിരുന്നു. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ താലി കെട്ടാനായി തുടങ്ങുന്ന സുഭാഷ് ഓർക്കുകയാണ് കരഞ്ഞുകൊണ്ട് ലളിത സുഭാഷിനോട് പറഞ്ഞത്, ദയവ് ചെയ്ത് ഞങ്ങളുടെ മോളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്. ഞങ്ങളെ കൊന്നിട്ട് അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് മാത്രം നീ വിചാരിക്കരുത്. സുഭാഷ് സുനന്ദയുടെ കഴുത്തിന്റെ അരികിലേക്ക് താലി കൊണ്ടുവരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. സന്തോഷത്തോടുകൂടി ഭാസ്കരൻ പറയുന്നു, കെട്ടടാ. ലളിതയും ധനശേഖരനും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. സുഭാഷ് ഓർക്കുന്നു ലളിതയുടെ വാക്കുകൾ, ഞങ്ങളുടെ മരണത്തിലൂടെ വേണോ നിങ്ങളുടെ ജീവിതം തുടങ്ങേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്ക്. തുടർന്ന് സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാതെ താലി താഴ്ത്തി പിടിക്കുമ്പോൾ എല്ലാവരും ഞെട്ടി വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ്. ലളിതയും ധനശേഖരനും മുഖത്തോട് മുഖം നോക്കുന്നു. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ കെട്ട്. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? കെട്ട് സുഭാഷ് ഏട്ടാ. ഭാസ്കരൻ പറയുന്നു, കെട്ടടാ. സുഭാഷ് കണ്ണു നിറങ്ങിയ സുനന്ദയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സുനന്ദയും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇവരുടെ ഡ്രാമ കണ്ട് അത് വിശ്വസിച്ച് ആലോചിച്ച് നിൽക്കാതെ ദയവ് ചെയ്ത് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ട്. സുഭാഷ് പറയുന്നു, സുനന്ദ ഇപ്പൊ നമുക്ക് ഈ
ഇവിടെ വെച്ച് കല്യാണം നടന്നാൽ അതിനുശേഷം നിന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ച കല്യാണം മുടങ്ങിപ്പോയാൽ ആ അപമാനം അവർക്ക് താങ്ങാൻ കഴിയുമോ? അവരെ അപമാനിച്ച് വേദനിപ്പിച്ചിട്ട് നമുക്ക് ഈ കല്യാണം വേണോ? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇങ്ങനെ ആലോചിക്കാതെ സംസാരിക്കരുത്. ഇങ്ങനെ ഒരു നിമിഷം ഇനി സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ വരത്തില്ല. സുഭാഷ് ഏട്ടൻ ആരെ പറ്റിയും വിചാരിക്കാതെ ദയവ് ചെയ്ത് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ട്. സുഭാഷ് പറയുന്നു, സുധീഷേ ഞാൻ സംസാരിക്കട്ടെ. സുനന്ദെ, എല്ലാവരെയും കരയിപ്പിച്ച് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ലളിത പറയുന്നു, സുനന്ദെ സുഭാഷ് തന്നെ പറയുന്നത് കേട്ടില്ലേ, ഞങ്ങളുടെ കൂടെ വാ മോളെ. ധനശേഖരൻ പറയുകയാണ്, മോളെ അച്ഛനും അമ്മയും എപ്പോഴും മോക്ക് നല്ലതിനു വേണ്ടി എന്തും ചെയ്യും, ഞങ്ങളെ വിശ്വസിക്കും മോളെ, നീ ഞങ്ങളുടെ കൂടെ വാ. ഒന്നിനെ പറ്റിയും ആലോചിക്കാതെ കണ്ടു നിറഞ്ഞ് സുഭാഷ് പറയുന്നു, ഓ സുനന്ദ. സുനന്ദ ഞെട്ടി സുഭാഷിനെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്ത് ഈ പറയുന്നത്? ഇപ്പൊ എന്തിനാ സുനന്ദയോട് പോകാൻ പറയുന്നത്? സുഭാഷ് പറയുന്നു, ഹരീഷേ ഞാൻ സംസാരിക്കട്ടെ. സുനന്ദെ, നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ അവര് നമുക്ക് നല്ലതേ ചെയ്യും. ഈ ലോകത്തിലുള്ള ആരും നമുക്ക് വേണ്ടി എന്തും ചെയ്യുമായിരിക്കും, പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് പോലെ ആകില്ല അത്. അതിനൊപ്പം എത്തില്ല അത്. നീ അവരെ വിശ്വസിക്ക്, നീ അവരുടെ കൂടെ പോ. ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുന്നു, എടാ നിനക്കാണല്ലോ ഞാൻ കല്യാണം നടത്താൻ വന്നത്, ഈ ജന്മത്തെ നിന്റെ കല്യാണം നടക്കില്ല, പോടാന്ന് പറഞ്ഞ പുച്ഛത്തോടു കൂടി ഭാസ്കരൻ അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, സുനന്ദ ഈ കല്യാണം നടന്നിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാ നീ സന്തോഷമായിട്ട് ജീവിക്കുമോ? സുനന്ദ പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, അവരില്ലാതെ ഞാൻ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും? സുഭാഷ് പറയുന്നു, അപ്പം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ജന്മത്തിൽ നമ്മുടെ കല്യാണം നടക്കില്ല, നീ അവരുടെ കൂടെ പോകും. സുനന്ദ കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടാ എനിക്ക് പോകാൻ പറ്റില്ല. താലി കാണിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു, ഈ കല്യാണം ഇങ്ങനെ നടക്കണ്ടേ സുനന്ദ, നീ പോ. അങ്ങനെ ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുന്നിലേക്ക് ആ താലി വെക്കുകയാണ് സുഭാഷ്. ഇത് കണ്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും നിധിയും എല്ലാം. സുഭാഷ് വിഷമത്തോടുകൂടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ സുനന്ദ കരഞ്ഞുകൊണ്ട് സുഭാഷിനെ നോക്കുകയാണ്. സുനന്ദയുടെ കയ്യിൽ പിടിച്ച ലളിത പറയുന്നു, സുനന്ദെ അവൻ തന്നെ പറഞ്ഞില്ലേ, നീ വാടി നമുക്ക് പോകാം, വാടി പറയുന്നത് കേൾക്ക്. കൈ തട്ടി മാറ്റി സുഭാഷിന്റെ അരികിലേക്ക് വന്ന സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടാ ഇപ്പൊ ഞാൻ പോയാൽ ഇനി എനിക്ക് സുഭാഷ് ഏട്ടനെ കാണാനേ പറ്റില്ല. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുകയാണ് സുഭാഷ്. സുനന്ദയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ലളിത പറയുന്നു, വാടി നിന്നോടല്ലേ വരാൻ പറഞ്ഞത്. അങ്ങനെ സുനന്ദയെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ലളിത. സുനന്ദ തിരിഞ്ഞ് സുഭാഷിനെ നോക്കുന്നുണ്ട്. കണ്ണു നിറഞ്ഞ് സുഭാഷിന്റെ മുന്നിൽ കൈകൂപ്പി ധനശേഖരൻ അവരുടെ പിന്നാലെ പോവുകയാണ്. സുഭാഷ് കണ്ണു നിറഞ്ഞു നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്താ ഈ ചെയ്തത്? സുനന്ദ ഈ രാത്രി സുഭാഷ് ഏട്ടന് വേണ്ടിയല്ലേ ഇവിടെ വന്നത്, ഇതിനപ്പുറത്തേക്ക് സുനന്ദ എന്താ ചെയ്യേണ്ടത്? ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ എന്താ ചെയ്തത്? സുഭാഷ് ഏട്ടൻ ചെയ്തത് വലിയ തെറ്റാണ്, ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, എല്ലാവരും ഒന്ന് മിണ്ടാതെ നിൽക്കുമോ? സുഭാഷ് കണ്ണു നിറഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ സുനന്ദ കണ്ണു നിറഞ്ഞ് സുഭാഷിനെ തിരിഞ്ഞു നോക്കുകയാണ്. ധനശേഖരനും ലളിതയും സുനന്ദയെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. സുധീഷും നികേഷും ഹരീഷും നിധിയും വിഷമത്തോടുകൂടി സുഭാഷിനെയും സുനന്ദയും നോക്കുകയാണ്. സുഭാഷ് ഒന്നും മിണ്ടാതെ കണ്ണു നിറഞ്ഞ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ്. സുഭാഷ് ഏട്ടനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെന്താ പറഞ്ഞത്? ഈ കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ അവര് നാണം കെടുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണോ സുഭാഷ് ഏട്ടൻ സുനന്ദയെ പറഞ്ഞു വിട്ടത്? അവർക്ക് നമ്മളോട് ഒരു ചെറിയ കരുണ പോലും ഇല്ല, അവർക്ക് വേണ്ടി എന്തിനാ സുഭാഷ് ഏട്ടൻ സുനന്ദയെ പറഞ്ഞു വിട്ടത്? ദേഷ്യത്തോടു കൂടി നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ സുഭാഷ് ഏട്ടൻ ഒരു വേസ്റ്റാ, ആ മൂലക്കെങ്ങാണം പോയിരിക്കെ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഹരീഷ് പറയുന്നു, എല്ലാം കഴിഞ്ഞു, അവസാനത്തെ വഴിയും അടഞ്ഞു, ഇങ്ങനെ ചെയ്തതിന് സുഭാഷ് ഏട്ടൻ ആരും ത്യാഗിപ്പട്ട ഒന്നും തരാൻ പോകുന്നില്ല. എന്തിനാ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്തത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി നമുക്കാർക്കും സുനന്ദയെ തെറ്റു പറയാൻ കഴിയില്ല, സുഭാഷ് ഏട്ടനാണ് തെറ്റ് ചെയ്തത്. എന്തിനാ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്തത്? കണ്ണു നിറഞ്ഞ് പുഞ്ചിരിച്ച എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുഭാഷ് റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് സുനന്ദയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് ലളിതയും ധനശേഖരനും. സുനന്ദയെ റൂമിലേക്ക് കയറ്റി വാതിലടച്ച് കുറ്റിയിട്ട് ലളിത ചോദിക്കുന്നു, എന്താടി നീ വിചാരിച്ചിരിക്കുന്നത്? പൊട്ടിക്കരഞ്ഞ കൈകൂപ്പി സുനന്ദയുടെ കാല് പിടിക്കാനായി വരികയാണ് ധനശേഖരൻ. ലളിത ചോദിക്കുന്നു, ധനേട്ട എന്തേ ചെയ്യുന്നത്? അങ്ങനെ ധനശേഖരനെ പിടിച്ചു മാറ്റുകയാണ് ലളിതയും സുനന്ദയും. കൈകൂപ്പി ധനശേഖരൻ പറയുന്നു, മോളെ നിന്റെ കാല് പിടിച്ച് അച്ഛൻ പറയുക, ഈ കല്യാണം നടക്കണം, ഞാൻ നിന്നോട് വേറൊന്നും ചോദിക്കില്ല മോളെ. കരഞ്ഞുകൊണ്ട് സുനന്ദ ചോദിക്കുന്നു, അച്ഛൻ എന്തേ ചെയ്യുന്നത്? ലളിത പറയുകയാണ്, നിന്റെ അച്ഛനെ കൊണ്ട് നീ കാല് പിടിപ്പിച്ചില്ലേടി മഹാഭാവി, ദേ നോക്ക്, ഇനി ഇതാണ് നിന്റെ ജീവിതം, ദയവ് ചെയ്ത് നീ അത് മനസ്സിലാക്ക്. ഇതിനപ്പുറത്തേക്ക് നിനക്ക് ഞങ്ങളെ വിഷമിപ്പിക്കാൻ കഴിയില്ല, ഇനിയെങ്കിലും നീ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിക്ക്, ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വാ ധനേട്ടാ നമുക്ക് പോകാം. അങ്ങനെ ധനശേഖരനെയും കൂട്ടിക്കൊണ്ട് ലളിത അവിടെ നിന്ന് പോവുകയാണ്. പൊട്ടിക്കരഞ്ഞ അവിടേക്ക് ഇരിക്കുന്ന സുനന്ദയെ ഓർക്കുകയാണ് സുഭാഷ് തന്റെ കഴുത്തിൽ താലി കെട്ടാനായി തുടങ്ങിയത്, സുഭാഷ് അച്ഛന്റെയും അമ്മയുടെയും കൂടെ പറഞ്ഞു വിട്ടത്. തുടർന്ന് ലളിതയും ധനശേഖരനും സുനന്ദയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ കണ്ടു നിറഞ്ഞ് സുനന്ദയെ തന്നെ സുഭാഷ് നോക്കി നിന്നത്. ശേഷം കണ്ടു നിറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് സുനന്ദ. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.